കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും മധ്യപ്രദേശിലും നിലനിൽക്കുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുണ്ടാവും. ബംഗാളിൽ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. അവിടെ മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവർക്കും കോൺഗ്രസ് CPMും ചേർന്നുള്ള മുന്നണിക്കും ഫലപ്രദമായി മുന്നോട്ട് പോകാൻ കഴിയും. ബീഹാറിൽ പകുതിയിലേറെ സീറ്റ് മുന്നണി BJP വിരുദ്ധ മുന്നണിക്ക് ലഭിക്കും. അപ്പോൾ ഇങ്ങനെ ഇന്ത്യ ഒട്ടാകെ പരിശോധിച്ചാൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാനുള്ള സാഹചര്യം നിലനിൽക്കുകയാണ്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് പൗരത്വ നിയമ ഭേദഗതി ബില്ല്, ആ നിയമം പിൻവലിക്കും. ഞങ്ങൾ ആ നിയമം ഇല്ലാതാക്കാനുള്ള നടപടിയെടുക്കും. അതുപോലെ തന്നെ നിരവധി നിയമങ്ങൾ, ആർട്ടിക്കിൾ 370, പൗരത്വ നിയമ ഭേദഗതി, യൂണിഫോം സിവിൽ കോഡ് തുടങ്ങിയിട്ടുള്ള നിയമങ്ങൾ പിൻവലിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. നരേന്ദ്രമോദി ഗവൺമെൻറ് ജനവിരുദ്ധമായി ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും തിരുത്തും. കർഷകർ, യുവാക്കൾ, അതോടൊപ്പം തന്നെ സ്ത്രീകൾ, തൊഴിലാളികൾ അടക്കമുള്ളവർക്ക് വേണ്ടി പ്രത്യേകം കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ള ഗ്യാരണ്ടി നടപ്പാക്കും. ചുരുക്കത്തിൽ ഇന്ത്യയിൽ ഇന്ന് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. മോഡിയുടെ പ്രചരണങ്ങളും കേന്ദ്ര ഗവൺമെൻറ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണ കോലാഹലങ്ങളും കൊണ്ടാണ് ഇത് ആളുകൾ അറിയാതെ പോകുന്നത്. അതുപോലെ തന്നെ കേരളത്തിലേക്ക് വന്നാൽ ഇവിടെ പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനം NIA അന്വേഷിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോഴത്തെ ഈ അന്വേഷണം തൃപ്തികരമല്ല. സാധാരണഗതിയിൽ ബോംബ് സ്ഫോടനം, ബോംബ് നിർമ്മാണം തുടങ്ങിയിട്ടുള്ള കേസുകൾ എടുക്കേണ്ടത് NIA ആണ്. NIA ആണ് പരിശോധിക്കേണ്ടത്, അതിൻ്റെ എല്ലാ വശങ്ങളും. അതിനുവേണ്ടിയിട്ടാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ രൂപീകരിച്ചിട്ടുള്ളത് തന്നെ. അപ്പോൾ ഇത്തരം പ്രമാദമായ തീവ്രവാദ സ്വഭാവമുള്ള ഈ ബോംബ് നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട കൊലപാതകവും അന്വേഷിക്കേണ്ടത് കേരള പോലീസല്ല, NIA അന്വേഷിക്കേണ്ട ഒന്നാണ്. NIA അന്വേഷിച്ചാൽ മാത്രമേ വസ്തുതകൾ പുറത്തു കൊണ്ടുവരികയുള്ളൂ. എന്തിനു വേണ്ടിയാണ് ഈ ബോംബ് നിർമ്മിച്ചത്? അപ്പോൾ തെരഞ്ഞെടുപ്പിൽ പരാജയം ഭീതി പൂണ്ട് എതിരാളികളായ UDFകാരെ ആക്രമിക്കാനുള്ളൊരു പദ്ധതിയാണ് എന്ന് വേണം ഇത് കരുതാൻ. അതുകൊണ്ട് തന്നെ ഈ കേസ് കൂടുതൽ ഗൗരവമുള്ള ഒന്നാണ്. മാത്രമല്ല, ഈ കേസിൽപ്പെട്ട പ്രതികളെ രക്ഷിക്കാൻ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നേരത്തെ മുതൽ നിന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണമെങ്കിൽ NIA അന്വേഷണമല്ലാതെ മറ്റൊന്നും ഇതിന് പരിഹാരമാകുന്നില്ല എന്നതാണ് വസ്തുത. തന്നെയുമല്ല, ഇന്നിപ്പം ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ കരിയിലക്കുളങ്ങര എന്ന സ്ഥലത്ത് ഒരു INTUC പ്രവർത്തകനായ സത്യനെ കൊലപ്പെടുത്തിയത് പാർട്ടി അറിഞ്ഞാണ് എന്ന നിലയിൽ പാർട്ടിയുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റുമായ ബിബിൻ സി ഇന്ന് ഒരു പ്രസ്താവന കൊടുത്തിരിക്കുകയാണ്. പാർട്ടി ഇന്ന് രാജിവെച്ച് പോവുകയാണ്. അപ്പോൾ പാർട്ടി ആസൂത്രണം ചെയ്ത കൊലപാതകങ്ങൾ കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ആലപ്പുഴ ജില്ലയിലെ കരിയിലക്കുളങ്ങരയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. ബിബിൻ സി ബാബു ജില്ലാ പഞ്ചായത്ത് അംഗം മാത്രമല്ല, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, പ്രധാനപ്പെട്ട CPM നേതാവാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അമ്മയും പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ടാണ് INTUC പ്രവർത്തകനായ സത്യൻ്റെ കൊലപാതകം പാർട്ടി അറിഞ്ഞാണ് നടന്നത് എന്ന് വളരെ വിശദമാക്കുന്നത്. അപ്പോൾ പാർട്ടി ആസൂത്രിതമായി ആളുകളെ കൊല്ലുന്നു, ബോംബുകൾ നിർമ്മിക്കുന്നു, ആളുകളെ കായികമായി വകവരുത്തുന്നു. ഇതെല്ലാം പാർട്ടിയുടെ ഒരു ശൈലിയായി മാറിയിരിക്കുകയാണ്. തുടർഭരണം ലഭിച്ചതുകൊണ്ട് യാതൊരു വിധത്തിലുമുള്ള പേടിക്കേണ്ട ആവശ്യമില്ല. പോലീസിൻ്റെ സംരക്ഷണവും ലഭിക്കുകയാണ്. കാസർഗോഡ് പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരായി പാർട്ടിയിലെ തന്നെ ഒരു നേതാവ് MV ബാലകൃഷ്ണനെതിരായി CPM വിമതൻ N ബാലകൃഷ്ണൻ മത്സരിക്കുകയാണ്. അദ്ദേഹം ഉന്നയിക്കുന്നത് പാർട്ടിയിൽ നടക്കുന്ന വൻ അഴിമതിക്കെതിരെയാണ് ഞാൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് സ്വതന്ത്രനായി മത്സരിക്കുന്നത്. കേരളത്തിലെ CPMൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്
പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുന്നത്. അപ്പോൾ എൻ ബാലകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറയുന്നത് തനിക്ക് വലിയ ഭീഷണിയുണ്ട്, കായികമായി നേരിടും, ജീവന് ഭീഷണിയുണ്ട്, എന്നാൽ പോലും സ്വന്തം പാർട്ടിയിൽ നടക്കുന്ന അഴിമതികൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് താൻ മത്സരിക്കുന്നതെന്നാണ്. അപ്പോൾ CPM ഒരു വൻതോതിൽ അഴിമതി നടത്തുന്നതും അക്രമം നടത്തുന്നൊരു പാർട്ടിയായിട്ട് മാറും. ഇപ്പോൾ തന്നെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവങ്ങൾ, പാർട്ടിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ കൊടുത്തതിൻ്റെ പേരിൽ ലഭിച്ച കമ്മീഷനാണ് വിവിധ ബാങ്കുകളിൽ പാർട്ടി നിക്ഷേപിച്ചതെന്നാണ് വാർത്തകളിലൂടെ അറിയുന്നത്. ആ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു. അപ്പോൾ അഴിമതി പണം പാർട്ടി അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുന്നത് ഒരു സ്ഥിരം പരിപാടിയായി CPM മാറ്റുകയാണ്. അപ്പോൾ തുടർഭരണത്തിലൂടെ അഴിമതിയും അക്രമവും നടത്താൻ പൂർണ്ണമായ ലൈസൻസ് പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്നു. ഇതെല്ലാം ജനങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയും സംഭവവികാസം ഉണ്ടായിട്ടും മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിലോ ഒരു നടപടിയും ഉണ്ടാകാത്തതിൻ്റെ കാരണം BJPയും CPMും തമ്മിലുള്ള ധാരണയാണ്. ആ ധാരണ നിലനിൽക്കുന്നിടത്തോളം ഇത്തരം കേസുകൾ തെളിയാൻ പോകുന്നില്ല. കേരളത്തിൽ കോൺഗ്രസിനെ അകറ്റി നിർത്തുക, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മോഡിയുടെ ലക്ഷ്യത്തിന് സഹായകരമായി പ്രവർത്തിക്കുന്നത് CPM ആണ്.